കോടതിയിൽ പ്രോസിക്യൂഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാദമുണ്ടായിരുന്നല്ലോ. രാഹുലിന്റെ സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനാണ് പരാതി DGPക്ക് കൈമാറിയതെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പറയുന്നു, ഈ കേസിൽ കൃത്യമായ തെളിവുകളില്ല, രേഖകളില്ല, ആളും പേരും അറിയാത്ത ഒരു പരാതി, ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദിക്കുമ്പോൾ അതിന് പ്രോസിക്യൂഷൻ നൽകുന്ന മറുവാദമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുലിന്റെ സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനാണ് പരാതി DGPക്ക് കൈമാറിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ശക്തമായ ഒരു വാദമുഖങ്ങൾ തന്നെയല്ലേ കോടതിയിൽ ഉയർത്തിയത്. ഇനി നമുക്കറിയേണ്ടത് രാഹുലിന്റെ അറസ്റ്റ്, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് SITയുടെ ഒരു തുടർ നീക്കം എന്ത് തന്നെയായിരിക്കും? പ്രത്യേകിച്ച് രാഹുൽ എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? വിശ്വസ്തനായിട്ടുള്ള സംഘം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്ന തിങ്കളാഴ്ച തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിജിനിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വിജിനിലേക്ക് പോവുകയാണ്. വിജിൻ സിജോ കുറച്ചുകൂടെ വിവരങ്ങൾ സിജോയ്ക്ക് തേടേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകണം, തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇപ്പോൾ സിജോ അവിടെ നിന്നും പറയുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തലത്തിലുള്ള ഒരു റിപ്പോർട്ടായിരിക്കും പോലീസ് നൽകാൻ സാധ്യതയുള്ളത്? നേരത്തെ വിജിൻ അക്കാര്യത്തിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കൃത്യമായി തന്നെ ഈ പരാതിക്കാരിക്ക് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു, മൊഴിയെടുക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് വരേണ്ടത് എന്നതടക്കം നിങ്ങളുടെ മൊഴിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു മെയിൽ തിരിച്ചും പരാതിക്കാരിക്ക് പോലീസ് അയച്ചിരുന്നു. അപ്പോൾ പോലീസിന്റെ ഒരു തുടർ നീക്കം രണ്ടാമത്തെ കേസിൽ ഏത് തരത്തിലായിരിക്കും? അതിൽ പ്രധാനമായും ഒരു ചോദ്യം ഉയർന്നത് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്നാണ് വാദിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ തെളിവുകളല്ലേ ഒരുപക്ഷെ പോലീസ് കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യതയുള്ളത്? വിജിൻ, അജി, ഇക്കാര്യത്തിൽ തെളിവുകൾ എന്നത് പോലീസിന്റെ റിപ്പോർട്ട് പോലീസിനോട് നൽകാൻ കോടതി പറഞ്ഞ സാഹചര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം തിങ്കളാഴ്ച വരെ സമയം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതും അതിന്റെ ഭാഗമായി തന്നെയാണ്. അതായത് പോലീസിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് പെൺകുട്ടിയുടെ മൊഴിയാണ്. ആ പെൺകുട്ടിയുടെ മൊഴി ഒരുപക്ഷെ ഇന്നോ നാളെയോ പോലീസ് രേഖപ്പെടുത്തിയാൽ പെൺകുട്ടിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ റിപ്പോർട്ടായിരിക്കും മറ്റന്നാൾ തിങ്കളാഴ്ച കോടതി ചേരുമ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കുക. ആ മൊഴിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഏറ്റവും നിർണായകമാവുക അവിടെയാണ്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത് ആ പെൺകുട്ടിയുടെ മൊഴിയാണ്. അതുകൊണ്ട് തന്നെ ആ മൊഴി കോടതിയിൽ സമർപ്പിച്ചാൽ സ്വാഭാവികമായും രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. കാരണം നേരത്തെ കേസ് ഉണ്ട്. ആ കേസിൽ തന്നെ ആ സമയത്ത് പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞത് രാഹുൽ ഒരു കേസിലെ കുറ്റവാളി മാത്രമല്ല, രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളി ആണ് എന്നുള്ളതാണ്. ആ കേസിലെ കോടതിയുടെ പരാമർശങ്ങൾ, പ്രോസിക്യൂഷൻ വാദങ്ങൾ, ഒപ്പം തന്നെ തെളിവുകൾ ഉൾപ്പെടെ ആ കോടതിയുടെ പരിഗണനയിൽ തന്നെ ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു മൊഴി കൂടി രേഖപ്പെടുത്തുക, ഒപ്പം തന്നെ എവിടെ വെച്ചാണ് ഇങ്ങനൊരു പീഡനം നടന്നത് എന്ന സ്ഥലം കണ്ടെത്തുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കുക. അതൊക്കെ ഈ 2 ദിവസത്തിനുള്ളിൽ പോലീസിന് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പ്രത്യേക നിലവിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കീഴിലാണ് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 3 വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയുള്ള സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അത് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായി അന്വേഷിക്കാൻ ഒരു അവസരമൊക്കെ ലഭിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഈ 2 ദിവസത്തെ പോലീസിന് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിയും, പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. അതിലൊക്കെ അപ്പുറം, തെളിവുകൾക്കപ്പുറം പെൺകുട്ടിയുടെ മൊഴി തന്നെയാണ് ഏറ്റവും നിർണായകമാവുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ മൊഴി രേഖപ്പെടുത്താൻ എത്താം എന്നുള്ളതാണ് പെൺകുട്ടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ അവർ പോലീസുമായി പെൺകുട്ടി സംസാരിച്ചിരുന്നു. തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്നില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നടപടികളും
സ്വീകരിക്കാൻ താനും തയ്യാറാണ് എന്നുള്ളതാണ് പെൺകുട്ടി ബോധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മൊഴി ശേഖരണത്തിലേക്ക് പോലീസ് ഇനി ഈ മണിക്കൂറുകളിൽ തന്നെ കടക്കാനാണ് സാധ്യത. കാരണം ഹൈക്കോടതിയിൽ 15-ന് പരിഗണിക്കുമ്പോൾ ഈ കേസിന്റെ വിവരങ്ങൾ കൂടി നൽകാൻ സ്വാഭാവികമായും പോലീസിന് കഴിയും. അങ്ങനെ ഹൈക്കോടതിയിലെ ആദ്യ കേസിലെ ജാമ്യ ഹർജി തള്ളാനും ഒപ്പം തന്നെ നിലവിൽ 2ാം കേസിൽ ജില്ലാ കോടതിയിൽ നിലനിൽക്കുന്ന ആ ഹർജി തള്ളണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനും നിലവിൽ പ്രോസിക്യൂഷന് അവസരം ലഭിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇനിയുള്ള മണിക്കൂറുകളിൽ ആ നീക്കത്തിലേക്കായിരിക്കും.